അസ്സലാമു അലൈക്കും. 7ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം പേജ് 30 നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ, അതായത് മുൻപുണ്ടായിരുന്ന 6ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഒക്കെ നമ്മൾ പഠിച്ച ഒരു ഭാഗം തന്നെയാണ്. ബയാനാത്തു ഷഖ്സിയയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. നഖ്റഉ, നമുക്ക് വായിക്കാം. തർജിമത്തു സ്റ്റീഫൻ ഹോക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവചരിത്രം നമുക്ക് വായിക്കാം. വനുക്കമ്മിലു ബയാനാത്ത് ഷഖ്സിയ, വനുക്കമ്മിലു എന്നിട്ട് പൂരിപ്പിക്കാം. ബയാനാത്തിഹി അഷഖ്സിയ, അദ്ദേഹത്തിൻ്റെ CV പൂരിപ്പിക്കാം. ബയോഡാറ്റയാണ് കൊടുത്തിരിക്കുന്നത്. ബയാനാത്തു ഷഖ്സിയ, ബയോഡാറ്റ. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ: ഒന്നാമത്തത് അൽ ഇസ്മുൽ കാമിൽ, ഇസ്മ പേര്, കാമിൽ പൂർണ്ണമായ, ഫുൾ നെയിമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് തന്നെയാണ്, അതിനോട് വേറൊന്നും ചേർന്നിട്ടില്ല. ആ പേര് നമ്മളിവിടെ സ്റ്റീഫൻ ഹോക്കിംഗ്. മക്കാനുൽ വിലാദ, ജനിച്ച സ്ഥലം. മക്കാന് സ്ഥലം, വിലാദ ജനിച്ച. നമ്മുടെ പാരഗ്രാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വരിയിൽ വുലിദ ഫി താസി അഷറ ഇസ്നാനി വ അർബൗൻ മീലാദിയ ബി മദീനത്തി ഓക്സ്ഫോർഡ് ഫി ഇഞ്ചൽത്ര, ബി മദീനത്തി ഓക്സ്ഫോർഡ്, ഓക്സ്ഫോർഡ് സിറ്റിയിൽ, ഫി ഇഞ്ചൽത്ര ഇംഗ്ലണ്ടിലുള്ള എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അവിടെ ബി എന്നങ്ങോട്ട് ഒഴിവാക്കാം. മദീനത്തി ഓക്സ്ഫോർഡ് ഫി ഇഞ്ചൽത്ര എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മദീനത്തി ഓക്സ്ഫോർഡ് എന്ന് മാത്രം കൊടുത്താലും മതി. മൂന്നാമത് താരീഖുൽ മീലാദ്, താരീഖ് ഡേറ്റ്, മീലാദ് ജനിച്ച, ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതേ വരിയിൽ വുലിദ ഫി താസി അഷറ ഇസ്നൈൻ വ അർബൗൻ മീലാദിയ എന്നുള്ള ജനിച്ച വർഷം കൊടുത്തിട്ടുണ്ട്. മാസമോ ദിവസമോ കൊടുത്തിട്ടില്ലെങ്കിലും വർഷം കൊടുത്തതുകൊണ്ട് അത് മാത്രം നമ്മളിവിടെ ചേർത്താൽ മതി. മാസവും ദിവസവും കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായ ഡേറ്റ് ആണ് എഴുതേണ്ടത്. ഇസ്മുൽ വാലിദ്, ഇസ്മു പേര്, വാലിദ് ഉപ്പ. അതേ വരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, അതായത് രണ്ടാമത്തെ വരിയിൽ പോകുമ്പോൾ വാലിദുഹു ഫ്രാങ്ക് ഹോക്കിംഗ് എന്ന് കാണാം. ഇവിടെ വാലിദുഹു എന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇസ്മുൽ വാലിദ് എന്ന് കൊടുത്തതുകൊണ്ട് നമ്മൾ വാലിദുഹു എന്നതിനെ അങ്ങോട്ട് കളയുക. പേര് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഫ്രാങ്ക് ഹോക്കിംഗ് എന്ന് മാത്രം എഴുതി ചേർക്കാം. അടുത്തത് ചോദിക്കുന്നത് ഇസ്മുൽ വാലിദത്ത്, ഉപ്പയുടെ പേര് പറഞ്ഞതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഉമ്മയുടെ പേരും പറയുന്നുണ്ട്. വാലിദത്തുഹു ഇസബേൽ ഹോക്കിംഗ്, ഇവിടെയും പേര് മാത്രം എടുക്കുക. വാലിദത്തുഹു എന്നുള്ളത് അങ്ങോട്ട് കളയാം. ഇസ്മുൽ വാലിദത്ത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് പേര് മാത്രം, ഇസബേൽ ഹോക്കിംഗ്. അടുത്തത് ജിൻസിയയാണ്. ജിൻസിയ നാഷണാലിറ്റി, അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്. നമ്മൾ ജനിച്ച ഭാഗം നോക്കിയപ്പോൾ അവിടെ ബി മദീനത്തി ഓക്സ്ഫോർഡ് ഫി ഇഞ്ചൽത്ര എന്ന് കാണാം. ഇഞ്ചൽത്ര ഇംഗ്ലണ്ടാണ്. നമ്മൾ നേരത്തെ സ്ഥലം മാത്രം എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഈ രാജ്യം കൊടുത്തിരിക്കുന്നത് ജിൻസിയ, നാഷണാലിറ്റിയിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ജിൻസിയക്ക് നേരെ നമുക്ക് ഇഞ്ചൽത്ര എന്നെഴുതാം. അടുത്തത് അൽ മുഅല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. മുഅല്ലഫത്ത് ഗ്രന്ഥം, മുഅല്ലഫാത്ത് ഗ്രന്ഥങ്ങൾ. രണ്ടാമത്തെ പാരഗ്രാഫിൽ, പാഠഭാഗത്ത് രണ്ടാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹത്തിൻ്റെ മുഅല്ലഫാത്തുകൾ കൊടുത്തിരിക്കുന്നു. മൂന്നാമത്തെ വരിയിലാണ് വരുന്നത്. ലഹു മുഅല്ലഫാത്തുൻ അദീദ, അദ്ദേഹത്തിന് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. വമിൻ അഷ്ഹറിഹ, അതിൽ പ്രധാനപ്പെട്ടത്, പ്രസിദ്ധമായത്. 2 ഗ്രന്ഥങ്ങളുടെ പേര് ഇതിൽ കൊടുത്തതുകൊണ്ട് രണ്ടും നമ്മൾ എഴുതണം. താരീഖുൻ മൂജസുൻ ലിസമൻ, അൽ കൗനു ഫി ഖിഷ്റത്തി ജൗസ്, ഈ 2 പേരുകളും നമ്മളിവിടെ എഴുതി ചേർക്കാം. അടുത്തത് മക്കാനുൽ വഫാത്ത്, മക്കാന് നേരത്തെ നമ്മളിവിടെ നോക്കിയതാണ്. ജനിച്ച സ്ഥലം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ മരിച്ച സ്ഥലവും കൂടി ചോദിക്കുകയാണ്. വഫാത്ത് ആയ സ്ഥലം, മരിച്ച സ്ഥലം. അവസാനത്തെ വരിയിൽ തുവഫി ഹോക്കിംഗ്
യൗമു റാബി അഷറ മാർച്ച് 2018 മീലാദിയ ബി കാംബ്രിഡ്ജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ സ്ഥലവും ഡേറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മക്കാന് ചോദിച്ചത് കൊണ്ട് സ്ഥലം മാത്രം എടുക്കുക. കാംബ്രിഡ്ജ്. അടുത്തത് താരീഖുൽ വഫാത്ത്. താരീഖ് ഡേറ്റ്, മരിച്ച ഡേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ജനിച്ച ഡേറ്റിൽ വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ മരിച്ച ഡേറ്റ് പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട്. തുവഫി ഹോക്കിംഗ്, അത്രയും ഭാഗം നമുക്ക് വേണ്ട. യൗമു റാബി അഷറ മാർച്ച് 2018 മീലാദിയ എന്നാണുള്ളത്. അത് മാത്രം എഴുതാം. 14 മാർച്ച് 2018.